മകൻ്റെ ജന്മദിനത്തിൽ പിതാവ് ഭാര്യയും ഭാര്യയുടെ അമ്മയും കുത്തിക്കൊന്നു. ഡൽഹിയിലാണ് സംഭവം. ഡൽഹിയിലെ പ്രശസ്തമായ രോഹിണിയിലാണ് ഈ സംഭവം. അവിടെ സെക്ടർ 17 ഈ അതിക്രൂരമായ കൊലപാതകം. സ്വന്തം മകൻ്റെ ജന്മദിനത്തിന് പലരും ക്ഷണിച്ചു. അപ്പം അവിടെ ഭാര്യയുടെ അമ്മയും എത്തി. ഡൽഹിയിലെ രോഹിണി ഫ്ലാറ്റിൽ ജന്മദിനത്തിന് കഴിഞ്ഞ വ്യാഴാഴ്ച തന്നെ ആ ഭാര്യയുടെ അമ്മ എത്തി. കുസും, അവർക്ക് 63 വയസ്സുണ്ട്. അവർ മകള് പ്രിയ സേഗൽ അവളുടെ വീട്ടിലെത്തി ജന്മദിനം ആഘോഷിച്ചു. മരുമകന് യോഗേഷ് ശേഖൽ എന്ന് പറഞ്ഞ ആൾക്ക് 36 വയസ്സുണ്ട്. അയാൾ വലിയ സമ്മാനങ്ങളാണ് പ്രതീക്ഷിച്ചത്. അതിലൊരു സ്വർണ്ണക്കട ജീവനക്കാരനായിരുന്നു. ഇപ്പം കുറേ നാളായിട്ട് ജോലിക്ക് പോകുന്നുമില്ല. പിന്നെ ഈ വിവാഹത്തിലുണ്ടായ 2 കുട്ടികളാണ്. അതിലൊരു കുട്ടിയുടെ ജന്മദിനമായിരുന്നു. വലിയ സംഖ്യകളൊക്കെ ഭാര്യ വീട്ടുകാർ കൊണ്ടുവരും എന്നൊക്കെ ആയിരിക്കുമല്ലോ പ്രതീക്ഷ. പക്ഷേ ഇയാൾ പ്രതീക്ഷിച്ചത് സ്വർണം തന്നെയായിരിക്കും. ഇയാൾ സ്വർണ്ണക്കടയിലെ ജീവനക്കാരനായിരുന്നു. പിന്നീട് അവിടുന്ന് മാറി. ഇപ്പം പണിയൊന്നുമില്ല. ആകെ പ്രതീക്ഷ മകൻ്റെ ജന്മദിനമാണ്, അന്ന് കുറേ സമ്മാനം കിട്ടും. പ്രത്യേകിച്ച് ഭാര്യ വീട്ടുകാർ കുസും, ഭാര്യയുടെ അമ്മ കുസും ഒരു 10 പവനെങ്കിലും സ്വർണം കൊണ്ടുവരുമെന്നായിരിക്കും പുള്ളിയുടെ കണക്കൂട്ടൽ. അത് ഡിമാൻഡ് ചെയ്തിട്ടുണ്ടായി. ഏതായാലും വ്യാഴാഴ്ച അവിടെ 30/8/2025 വ്യാഴാഴ്ച ആഘോഷമായ ചടങ്ങ് നടന്നു. വെള്ളിയാഴ്ച ആയിക്കഴിഞ്ഞപ്പം തർക്കമായി. യോഗേഷ് സോഹൽ പ്രതീക്ഷിച്ച സ്വർണം വന്നില്ല. 1-2 പവൻ കൊടുത്തിട്ടുണ്ടാവും. തർക്കമായി. ഭാര്യയുമായിട്ട് തർക്കവും ബഹളവുമായി വീട്ടിൽ. 2 ദിവസം അവിടെ നിന്നപ്പം മനസ്സിലായി ഇത് ഗുരുതരമാകും. അതുകൊണ്ട് പ്രിയ സേഗലിൻ്റെ അമ്മ കുസും സിൻഹ ആ വീട്ടിൽ തന്നെ തങ്ങി. എന്തായാലും വഴക്ക് മുറിച്ചു. 30-ാം തീയതി ശനിയാഴ്ച ഡൽഹി രോഹിണിയിൽ ഒരു സംഭവം ഉണ്ടാകുകയാണ്. ആ വീട്ടിൽ തർക്കത്തിനിടയിൽ കത്രി എടുത്ത് ഇയാൾ ഭാര്യയും ഭാര്യയുടെ അമ്മയും കുത്തിക്കൊന്നിട്ട് 2 മക്കളുണ്ട്. ആ 2 മക്കളുമായിട്ട് മുറി പൂട്ടിയിട്ട് സ്ഥലം വിട്ടു. വ്യാഴാഴ്ച ഉണ്ടായ സംഭവമാണ്. വ്യാഴാഴ്ച ജന്മദിനമാണ്. വഴക്കുമൂത്ത് ശനിയാഴ്ചയാണ് കൊലപാതകം. മുറി പൂട്ടി അയാൾ സ്ഥലം വിടുകയും ചെയ്തു. അമ്മയും മകളുടെ വീട്ടിൽ ചെന്നിട്ട് 2-3 ദിവസമായിട്ട് കാണാത്തത് കൊണ്ട് ഇയാൾ പല പ്രാവശ്യവും അങ്ങോട്ട് വിളിച്ചു. കുസും മറുപടി പറയുന്നില്ല, മൊബൈൽ ശബ്ദിക്കുന്നില്ല. അതേ സമയത്ത് മകള് പ്രിയയുടെ മൊബൈൽ വിളിച്ചിട്ട് അതും ശബ്ദമില്ല. മൊബൈൽ 2 ഓഫ് ചെയ്തിരിക്കുന്നു. 2 ദിവസമായി അമ്മ പോയിട്ട്. ഇയാൾ എന്തായാലും ഫ്ലാറ്റിൽ ചെന്ന് നോക്കുമ്പം ഫ്ലാറ്റ് പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണ്. വേറെ ഫ്ലാറ്റായതുകൊണ്ട് മറ്റു വഴികളൊന്നുമില്ല അകത്ത് കയറാൻ. എങ്കിലും സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചപ്പം വാതിലിനടിയിൽ രക്തം തളം കെട്ടി പുറത്തോട്ട് അല്പം ഒഴുകിയിട്ടുണ്ട്. ഉടൻ തന്നെ പോലീസിനെ വിളിച്ചു. പോലീസ് വന്നു. വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറി നോക്കിയപ്പം 2 പേരും രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുന്നു. രക്തം അവിടെ എല്ലാം വാർന്നൊഴുകിയിരിക്കുന്നു. കത്രി കൊണ്ട് അയാൾ 2 പേരെയും കുത്തിക്കൊന്നിരിക്കുന്നു. രാത്രിയിലാണോ കുത്തിക്കൊന്നതെന്ന് അറിയില്ല. അതിനാണ് സാധ്യത കൂടുതൽ. ഏതായാലും മക്കളുമായിട്ട് ഇയാൾ സ്ഥലം വിട്ടു. ഇയാളെപ്പറ്റി യാതൊരു വിവരവുമില്ല. ഏതായാലും പോലീസ് വന്ന് ഭർത്താവ് തന്നെയാണ് കൊന്നത്, അത് കുട്ടിയുടെ ജന്മദിനമായിട്ട് ബന്ധപ്പെട്ടാണ് എന്നൊക്കെ മനസ്സിലായി. കൂടുതൽ തുക അയാൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ജ്വല്ലറി പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. 1/2 പവനോ 1 പവനോ ചിലപ്പോൾ അതുങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ അയാളെ ഇനി മുന്നോട്ടുള്ള ജീവിതം നയിക്കാനുണ്ട്. ഒരു 10 പവനെങ്കിലും കിട്ടും, അല്ലെങ്കിൽ അത്രയും ഡിമാൻഡ് ചെയ്തിട്ടുണ്ടാവും. 1 പവനെങ്ങാനും കിട്ടിയിട്ടുണ്ടാവണം. ഏതായാലും നമ്മൾ ഈ രീതിയിലുള്ള ജന്മദിനം അനാവശ്യമായിട്ട് ഇന്ത്യയിലെ എല്ലാ കുട്ടികളും ഇപ്പം ആൾക്കാരും ജന്മദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന കാണാം. കേരളത്തിൽ ഗുണ്ടകളെല്ലാം ജന്മദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ആ ഗുണ്ടകൾക്ക് എന്ത് പ്രാധാന്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല സമൂഹത്തിൽ. അവരൊക്കെ ജന്മദിനം ആഘോഷം. കൂട്ടുകാരും മറ്റു ചില ജൂനിയർ ഗുണ്ടകളും എല്ലാം സമ്മാനം കൊണ്ട് കൊടുക്കും. ഒന്നിച്ച് മദ്യവെച്ചിരിക്കും.
അവർ നല്ല ഫുഡൊക്കെ കൊടുത്ത് മാക്സിമം സമ്മാനം ആ ജന്മദിനത്തിൽ വാങ്ങിച്ചെടുക്കുന്ന ഒരു തന്ത്രം തന്നെ. അത് തന്നെ വീടുകളിലുമൊക്കെ ജന്മദിനത്തിന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ആ ആഘോഷങ്ങൾ പതുക്കെ മലയാളികൾ അതിൽ നിന്ന് പിന്മാറണം. കാരണം പലരും ഇതുപോലെയുള്ള മോഹങ്ങളുമായിട്ടാണ് ജന്മദിനത്തിൽ പ്രതീക്ഷിക്കുന്നത്. ജന്മദിനം നടത്തുമ്പം വലിയ പണം ചിലവാക്കി പലരും നടത്തുന്ന കാണാം. അതിൻ്റെ ഇരട്ടി പൈസ കിട്ടും എന്നാണ് കരുതുന്നത്. അതോടൊപ്പം പല കല്യാണത്തിലും നമുക്കറിയാം വലിയ രാജ്യത്തുള്ള ആൾക്കാരെ എല്ലാം 10,000-3000 പേരെ വിളിച്ച് കല്യാണം നടത്തും. ഇത് ഇന്ത്യയിൽ നിരോധിക്കണം ഇങ്ങനെയുള്ള കല്യാണം. അങ്ങനെ വലിയ ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കി അതിൻ്റെ ഇരട്ടി സമ്മാനം കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പലർക്കും നഷ്ടക്കച്ചവടമാകാം. അതുകൊണ്ട് ഈ രീതിയിലുള്ള ആഘോഷങ്ങൾ നമ്മൾ നിർത്തണം. വീടുകളിലൊക്കെ അത് നിരുത്സാഹപ്പെടുത്തണം. സ്കൂളിലും കോളേജിലൊക്കെ ജന്മദിനത്തിന് വലിയ ആഘോഷങ്ങളാണ്. മുട്ടായി വിതരണം, അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച്, സമ്മാനങ്ങൾ കൊടുക്കൽ, ഇതൊന്നും സമൂഹത്തിന് നല്ലതല്ല. ഇതൊക്കെ വലിയധികം സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കി വെക്കുന്നതാണ്. ഒരാഘോഷത്തിൻ്റെ ആവശ്യമില്ല. ഏകദേശം നമ്മുടെ ഇവിടെയുള്ള ജനങ്ങൾ 140 കോടി ജനങ്ങൾക്ക് അത് 99% പാവങ്ങളാണ്, പട്ടിണിക്കാരാണ്. എന്തിനാണ് ഈ ആഘോഷം? അതിൻ്റെ ഒരു ആവശ്യം നമുക്ക് ആർക്കും ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ വലിയ വലിയ കല്യാണങ്ങളും ഇതുപോലെയുള്ള ആഘോഷങ്ങളും തീർച്ചയായിട്ടും അത് വേസ്റ്റാണ്. അതിനെ നിരോധിക്കാനുള്ള നിയമങ്ങൾ രാജ്യത്ത് വേണം. നമുക്കറിയാം ഇന്ത്യയുടെ നമ്മുടെ പ്രൈം മിനിസ്റ്ററെ അല്ലെങ്കിൽ ഗാന്ധിജിയുടെയൊക്കെ ലോകം അറിയപ്പെടുന്നവരെ ആദരിക്കുന്നതും അവരുടെ ജന്മദിനമൊക്കെ നമ്മൾ ആഘോഷിക്കും. ഇവിടെയുള്ള സാധാരണക്കാരുടെ ജന്മദിനത്തിന് പ്രാധാന്യമില്ല. ആ വ്യക്തി അവരുടെ വീട്ടിൽ ഒതുങ്ങിക്കൂടണം. നാട്ടുകാരെ മുഴുവൻ വിളിച്ച് ജന്മദിനം ആഘോഷിക്കുകയും അതിൽ നിന്ന് കൂടുതൽ പണം പ്രതീക്ഷിക്കുകയൊന്നും നമ്മൾ ചെയ്യരുത്. അതൊക്കെ വലിയ വലിയ കുടുംബകലഹങ്ങളും വലിയ വലിയ പ്രശ്നങ്ങളും. അതിനൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ് രോഹിണിയിലെ ഈ സംഭവം. അതുകൊണ്ട് ആൾക്കാർ ശ്രദ്ധിക്കുക. ആ പോലീസ് അവിടുത്തെ സെക്ടർ 17 ഈ സംഭവത്തിന് രോഹിണി പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ആ 2 കുട്ടികളെ അതിപ്പം അനാഥരായി. അയാൾ ജയിലിലേക്ക് പോയി, അമ്മയെ കൊന്നു, അമ്മയുടെ അമ്മയെ കൊന്നു. ആ 2 കുട്ടികളെ അവിടുത്തെ സോഷ്യൽ വെൽഫെയർ ബോർഡ് ഏറ്റെടുത്ത് കഴിഞ്ഞു. കുട്ടികൾ 2 അനാഥരായി എന്നുള്ളതാണ്. അമ്മയും പോയി, അപ്പനൊരു 10-20 വർഷം ജയിലിലും കിടക്കും. 2 കൊലപാതകമാണ്. ആ കുട്ടികൾ അനാഥരായിട്ട് വളരുന്നു എന്നുള്ളതാണ്. ഇതൊരു ജന്മദിനത്തിൽ നമുക്ക് സംഭവിച്ച കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള പ്രതീക്ഷകൾ വെച്ച് ജന്മദിനം പലരും ആഘോഷിക്കുന്നത്, ആ ആഘോഷങ്ങളെല്ലാം നിർത്തണം. പ്രത്യേകിച്ച് മലയാളിക്ക് ഇപ്പോൾ ആഘോഷം കൂടുതലാണ്. എല്ലാത്തിനും ആഘോഷം ആയിക്കോട്ടെ. ഓരോ വീട്ടിലെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്, തിമിർക്കുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് എന്നാണ് എൻ്റെ പക്ഷം.